കർത്താവിൻ്റെ പീഡാസഹനത്തെപ്പറ്റി ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്. ഒപ്പം കുരിശിൻ്റെ വഴിയിലെ 14 സ്ഥലങ്ങളിൽ ഇതിനെപ്പറ്റി ധ്യാനിക്കുന്നുമുണ്ട്. ദി പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് എന്ന സിനിമ കാണാത്തവരായി നമ്മളിൽ ആരും തന്നെ ഉണ്ടായിരിക്കില്ല. കർത്താവിൻ്റെ പീഡാസഹനത്തെ, അതിൻ്റെ തീവ്രതയെ വളരെ ദൃശ്യമായി അതിൽ അവതരിപ്പിക്കുന്നുണ്ട്. അത് കണ്ണു നിറയാതെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? പല വ്യക്തികളും ഈ സിനിമ കണ്ട് മാനസാന്തരത്തിലേക്ക് വന്നിട്ടുമുണ്ട്. എന്നാൽ ഈ സിനിമയിൽ കാണിച്ചതിനേക്കാൾ അതികഠിനമായി നമ്മുടെ ഈശോ പീഡകൾ സഹിച്ചിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഈശോയുടെ തിരുക്കല്ലറയുള്ള ദേവാലയത്തിൽ ഒരു വെള്ളി പേടകത്തിൽ ഈശോയുടെ പീഡാസഹനത്തിൻ്റെ വിവരണങ്ങൾ ഒരു കത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഈ കത്തിൽ ഹംഗറിയിലെ വിശുദ്ധ എലിസബത്തിനും വിശുദ്ധ മെറ്റിൽഡയ്ക്കും വിശുദ്ധ ബ്രിഡ്ജിറ്റിനും സ്വകാര്യമായ വെളിപാടിലൂടെ ഈശോ തൻ്റെ പീഡാനുഭവത്തെപ്പറ്റി പറഞ്ഞ കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗെത്സമനി മുതൽ കാൽവരി വരെയുള്ള അവിടുത്തെ വേദന നിറഞ്ഞ യാത്രയിൽ അവിടുന്നേറ്റ പ്രഹരങ്ങളെയും അവിടുത്തെ പരിഹസിച്ചവരെയും പറ്റി വളരെ വ്യക്തമായി വെളിപ്പെടുത്തി കൊടുക്കുന്നു. ഈശോയെ പീഡിപ്പിച്ച പടയാളികൾ 150 പേർ, ബന്ധനസ്ഥനായപ്പോൾ പീഡിപ്പിച്ചത് 23 പേർ, മരണശിക്ഷ നടപ്പിലാക്കുവാൻ 83 പേരും. ഇത് ഈശോയെ പരസ്യമായി വേദനിപ്പിച്ചവരുടെ കണക്കാണ്. ഈശോ സഹിച്ച വേദനകളുടെ കണക്ക് ഇതിനേക്കാൾ ഭീകരമാണ്. റോമൻ നിയമം അനുസരിച്ച് ചാട്ടവാർ അടിയുടെ പരമാവധി എണ്ണം 39 ആണ്. ചാട്ടവാർ അടിക്കുമ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ ഇതെല്ലാം രേഖപ്പെടുത്തുകയും അടികളുടെ എണ്ണം വിളിച്ചു പറയുകയും ചെയ്തിരുന്നു. ഒരു ചാട്ടയിൽ 9 വാറുകൾ ഉണ്ടായിരിക്കും. ഈ വാറുകളുടെ അറ്റത്ത് ഏതെങ്കിലും ലോഹത്തിൻ്റെയോ അസ്ഥികളുടെയോ കഷ്ണങ്ങൾ ഉണ്ടായിരിക്കും. ഓരോ അടിയിലും 9 മുറിവുകൾ ഉണ്ടാകുന്നു. അങ്ങനെ 39 അടിയിൽ 351 മുറിവുകളാണ് ഉണ്ടാകുന്നത്. എന്നാൽ കർത്താവിനെ ശിക്ഷിക്കുമ്പോൾ ഈ അടിയുടെ എണ്ണം ഇത്ര ആയിരുന്നില്ല. 150 പ്രാവശ്യം തലയിൽ അടിയേറ്റു, തോളിൽ 80 തവണ ചവിട്ടേറ്റു, 108 തവണ പടയാളികൾ അവിടുത്തെ ഉദരത്തിൽ തൊഴിച്ചു, മുഖത്ത് 108 തവണ പലരും തുപ്പിയത് മൗനമായി ഈശോ സഹിച്ചു. 5480 അടികൾ സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങി. 72 മുള്ളുകളുള്ള കിരീടം അണിഞ്ഞ് നിലത്തു വീണും ശിരസിൽ അടികിട്ടിയും നടന്നപ്പോൾ തലയോട്ടിയെ ഭേദിച്ചുണ്ടായ മുറിവുകൾ 17. 150 കിലോഗ്രാം ഭാരവും 15 അടി ഉയരവുമുള്ള കുരിശും താങ്ങി കാൽവരിയിലേക്ക് യാത്ര. അതിനിടയിൽ 3 തവണ നിലം പതിച്ചു. 17 മണിക്കൂർ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ ദാഹാർത്തനായി കഴിഞ്ഞു. മുനയില്ലാത്ത 3 ആണിയാൽ തറയ്ക്കപ്പെട്ടു. 5480 മുറിവുകൾ തൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നുവെന്നാണ് ഈശോ വെളിപ്പെടുത്തിയത്. അതിൽ അസ്ഥിയോളം ആഴത്തിൽ 150 മുറിവുകൾ ഉണ്ടായിരുന്നു. രക്തം വാർന്നും ശ്വാസം കിട്ടാതെയും 3 മണിക്കൂർ കുരിശിൽ തൂങ്ങി. ഒടുവിൽ എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞ് അവിടുന്ന് മരിച്ചു. എന്നിട്ടും അവിടുത്തെ വേദന അവസാനിച്ചില്ല. കുന്തത്താൽ ഹൃദയം തുളയ്ക്കപ്പെട്ടു. ഇത്രയും സഹനങ്ങളെ പറ്റിയാണ് ഈശോ വിശുദ്ധർക്ക് വെളിപ്പെടുത്തി കൊടുത്തത്. ഈശോയുടെ പീഡകളോട് ചേർത്ത് വയ്ക്കുമ്പോൾ നമ്മുടെ വേദനകൾ എത്ര നിസ്സാരമാണെന്ന് കുരിശിൻ്റെ വഴിയിൽ നാം ചൊല്ലുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ജീവിക്കാൻ നമുക്ക് കഴിയട്ടെ.